ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി ആവർത്തന പുസ്തകം 33 അധ്യായം 3 വാക്യം വായിക്കുന്നു. അവന്റെ സകല വിശുദ്ധന്മാരും തൃക്കൈയിൽ ഇരിക്കുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധനായ ദൈവത്തിനായി വേർതിരിക്കപ്പെടുന്ന ദൈവജനത്തെ വിശുദ്ധന്മാരെന്ന് പഴയ നിയമകാലം മുതൽ അഭിസംബോധന ചെയ്തിരുന്നു. അടിമയായി ജനിച്ച് ഫറവോന്റെ കൊട്ടാരത്തിൽ വളർന്ന് മിസ്രയീമിലെ സകല വിദ്യകളും അഭ്യസിച്ച് യൗവനത്തിന്റെ പൂർണ്ണതയിൽ ഒരാട്ടിടയനായി താഴ്ത്തപ്പെട്ട് മിദ്യാന്യ മരുഭൂമിയിൽ ജീവിച്ച് വാർദ്ധക്യത്തിലെത്തിയ മോശ ദൈവത്തിന്റെ വിളി കേട്ട് അവന്റെ പ്രഭുവായി ഫറവോന്റെ സന്നിധിയിലേക്ക് ചെന്ന് തന്റെ ജനത്തെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ചു. ദൈവപുരുഷനായ മോശ തന്റെ മരണത്തിന് മുമ്പ് ഇസ്രായേൽ മക്കളോട് പറയുന്ന ഈ വാക്കുകൾ അന്നത്തെ പോലെ ഇന്നും പ്രസക്തമാണ്. വിശുദ്ധന്മാർ എന്ന പദം മരണാനന്തരമുള്ള അവസ്ഥയെ കുറിക്കുന്നു എന്നാണ് അനേകർ ധരിച്ചിരിക്കുന്നത്. എന്നാൽ വിശുദ്ധന്മാരെന്ന വാക്ക് ആംപ്ലിഫൈഡ് ബൈബിൾ വിവർത്തനം ചെയ്തിരിക്കുന്നത് ദൈവത്തിനു വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നവർ എന്നാണ്. ദൈവം വാഗ്ദത്തം ചെയ്ത പാലും തേനുമൊഴുകുന്ന കനാൻ ദേശത്ത് തന്റെ ജനത്തെ എത്തിക്കുവാൻ തനിക്ക് കഴിയുന്നില്ലെങ്കിലും വാഗ്ദത്തത്തിൽ വിശ്വസ്തനായ ദൈവം അവരെ അവിടെ എത്തിക്കുമെന്ന് തന്റെ മരണത്തിന് മുമ്പ് മോശ ഇസ്രായേൽ മക്കളോട് ഉറപ്പിച്ചു പറയുന്നു. എന്തെന്നാൽ അവന്റെ സകല വിശുദ്ധന്മാരും അഥവാ അവനായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരും ആ തൃക്കൈയിൽ ഇരിക്കുന്നു. മിസ്രയീമിലെ ആദ്യജാതന്മാരെ കൊന്നൊടുക്കി തന്റെ ജനത്തെ വിടുവിക്കുകയും അസംഖ്യങ്ങളായ അമാനുഷിക അത്ഭുതങ്ങളാൽ തന്നെ വഴി നടത്തുകയും ചെയ്ത ദൈവത്തെക്കുറിച്ച് മരിക്കുന്നതിന് മുമ്പ് മോശയ്ക്ക് പറയുവാനുള്ളത് തന്റെ വിശുദ്ധന്മാരെ അഥവാ തനിക്കായി പ്രതിഷ്ഠിച്ചിരിക്കുന്നവരെ ദൈവം തന്റെ കരങ്ങളിൽ വഹിക്കുന്നു എന്നാണ്. ദൈവ പൈതലേ, പ്രതിസന്ധികളുടെ ചെങ്കടലും കഷ്ടങ്ങളുടെ മാറായും നിന്റെ ജീവിതത്തെ പിടിച്ചു കുലുക്കുമ്പോൾ തന്റെ സകല വിശുദ്ധന്മാരും യഹോവയാം ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ ഇരിക്കുന്നു എന്ന മോശയുടെ സാക്ഷ്യം നീ ഓർക്കുമോ? ചെങ്കടലിനെ പിളർക്കുകയും മാറയെ മധുരമാക്കുകയും ചെയ്യുന്ന ദൈവമാണ് നിന്റെ ദൈവമെന്ന് ഈ സമയത്ത് നീ മനസ്സിലാക്കുമോ? എന്നെ വിളിച്ച ദൈവം, എന്നെ വേർതിരിച്ച ദൈവം, എന്നെ വിളിച്ച ദൈവം, എന്നെ വേർതിരിച്ച ദൈവം, എന്നധിപതിയായി തൻ വഴികളിൽ എന്നെ അനുദിനം നടത്തിയിടുന്നു. എന്നധിപതിയായി തൻ വഴികളിൽ എന്നെ അനുദിനം നടത്തിയിടുന്നു. സ്തോത്രയാഗത്തോടെ ഹല്ലേലൂയ പാടി ഓടിടുമേ ഞാനെൻ കർത്താവിൻ സാക്ഷിയായി. സ്തോത്രയാഗത്തോടെ ഹല്ലേലൂയ പാടി ഓടിടുമേ ഞാനെൻ കർത്താവിൻ സാക്ഷിയായി. എന്നെ വിളിച്ച ദൈവം, എന്നെ വേർതിരിച്ച ദൈവം.